അല്ല, ഞാൻ ഈ ചർച്ചയുടെ തലക്കെട്ട് തന്നെ ഒരു അവസരത്തിൽ മാറിപ്പോയി. അതിലൊന്ന്, കോൺഗ്രസ് പ്രതിനിധി അതിൻ്റെ പ്രത്യയശാസ്ത്ര പ്രതലം നിലവിൽ ഇടതുപക്ഷമാണോ വലതുപക്ഷമാണോ എന്ന നിലയിൽ അദ്ദേഹം തന്നെ ചില വാദമുഖങ്ങൾ ഉന്നയിച്ചു. അത് പറഞ്ഞു വന്നപ്പോൾ ഒരു അബദ്ധ പഞ്ചാംഗമായി മാറി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ നോക്കുക, ഒറ്റ കാര്യം മാത്രം. നെഹ്റു മുന്നോട്ട് വെച്ച ആശയങ്ങളെ സംബന്ധിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. നെഹ്റുവിൻ്റെ മതനിരപേക്ഷ നിലപാടുകൾ, ജനാധിപത്യ സംരക്ഷണ കാര്യങ്ങൾ, സാമ്പത്തിക പരിഷ്കാര പദ്ധതികൾ ഒക്കെ കോൺഗ്രസ് തന്നെ തള്ളിക്കളഞ്ഞ ആശയങ്ങളാണ്. പിന്നെ എങ്ങനെയാണ് താങ്കൾ ഈ പൊരുത്തക്കേടുകൾ വെച്ച് കെട്ടി ഇവിടെ സമർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? അതൊരു വലിയ അബദ്ധ പഞ്ചാംഗമായി മാറി എന്നാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ BJPയുടെ പ്രതിനിധി പറഞ്ഞതാണ്, വയനാട് മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് വന്ന് PR വർക്ക് നടത്തിയിട്ട് ഒരു കുഞ്ഞിനെ എടുത്ത് താലോലിച്ചതിന് ശേഷം ആ വഴി പോയതാണ്. അതിന് മുൻപ് നടന്ന പ്രളയത്തിൽ കൊടുത്ത റേഷനരിക്കും വന്ന ഹെലികോപ്റ്ററിനുമൊക്കെ നയാ പൈസ മുറിയാതെ മുഴുവൻ കാശ് പലിശ സഹിതം ഈടാക്കിയ ഒരു കേന്ദ്ര ഗവൺമെൻറ്റാണ്. നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെയൊക്കെ വന്നു നിന്ന് ഈ സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള വികസന പദ്ധതികളിൽ അവിടെ അത് അങ്ങനെ ഇരിക്കുന്നു, ഇവിടെ ഇത് ഇങ്ങനെ ഇരിക്കുന്നു എന്ന് പറയുന്നത്? ഈ ബീഹാറിലോ ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ ഛത്തീസ്ഗഡിലോ എവിടെയെങ്കിലും പോയി അതിദരിദ്ര സർവേ എടുക്കാൻ വേണ്ടി പറ്റുമോ? കാരണം എന്താ, 55%-ലധികം അതിദരിദ്രരാണ്. അങ്ങനെ എടുക്കാൻ വേണ്ടി കഴിയോ? അവിടെ പോയി അവരെ കുളിപ്പിക്കുന്ന, അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്ന, കന്യാസ്ത്രീമാരായിട്ടുള്ള ആളുകളെ അടക്കം പിടിച്ച് ജയിലിലിടുന്ന ഒരു തത്വസംഹിതയ്ക്ക് നേതൃത്വം നൽകിയ ആളാണ് ഇവിടെ വന്നിരുന്നത് വാതോരാതെ ഇത്തരത്തിലുള്ള കപട സ്നേഹം ഇങ്ങനെ അണമുറിയാതെ അഴിച്ചു. സുരേഷ് കുമാർ, ഞാൻ സമയപരിമിതി കൊണ്ട് ഇടപെടുകയാണ്. രാജു പിന്നാർ 30 സെക്കൻഡ് മാത്രമാണുള്ളത്. നോക്കൂ, എക്സിറ്റ് പോളുകൾ കൂടി നൽകുന്ന ആത്മവിശ്വാസം വലുതായതോടുകൂടി മുഖ്യമന്ത്രി ചർച്ച വളരെ സജീവമായി ഉണ്ട്. ഇന്നിപ്പോഴത്തെ VD സതീശന് വേണ്ടി പലയിടത്തും ഫ്ലെക്സുകളൊക്കെ വരുന്നു. അതുകൂടി ചേർത്ത് പറഞ്ഞ അതിലേക്ക് പോകുന്നില്ല. ശ്രീ ശ്യാംരാജ് കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലെ UDF ഒരു സമരവും ചെയ്തില്ലെന്നാണ്. ശ്യാംരാജ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഏതെങ്കിലും ഒരു പ്രൊട്ടസ്റ്റിൽ, ഒരു പ്രതിഷേധത്തിൽ ജയിൽ വാസം അനുഭവിച്ചിട്ടുണ്ടോ? ശ്യാംരാജ് വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. BJP ഇവിടെ അമ്പലത്തിൽ ഇത് നോക്കി നടക്കുക. അല്ലാണ്ട് ഈ പിണറായി വിജയനെതിരെ ഒരിക്കൽ പോലും സമരം ചെയ്യാത്തൊരു പാർട്ടിയാണ്. നെഹ്റുവിന്റെ നയത്തിൽ നിന്ന് മാറിയത് ഉദാരവൽക്കരണത്തെ കുറിച്ചാണ് അങ്ങ് സൂചിപ്പിച്ചത്. ആ ഉദാരവൽക്കരണ നയത്തിന് ശേഷം രാജ്യം ഉണ്ടാക്കിയ സമ്പത്ത് ഞങ്ങൾ ഇടതുപക്ഷ ആശയത്തിൽ ഞങ്ങൾ നിൽക്കുന്നതുകൊണ്ടാണ് സാധാരണക്കാരായ ജനങ്ങളുടെ പക്ഷത്തേക്ക് ഞങ്ങൾ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇടതുപക്ഷമാണ്. നിങ്ങൾ കടന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഈ കേരളത്തിലെ ജയിലുകൾ കിടന്നിട്ടുണ്ട്. നിങ്ങൾ നടന്നതിനേക്കാൾ സമരങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട്. നിങ്ങൾ നടന്നതിനേക്കാൾ കൂടുതൽ പോലീസിൽ തല്ലാൻ കൊണ്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? വെറുതെ അവസാന സമയത്തേക്ക് ഇല്ലാത്ത കാര്യങ്ങൾ പറയാൻ വേണ്ടി പാടില്ല. നിങ്ങൾ സമരം ചെയ്യാത്തതുകൊണ്ട്, നിങ്ങൾ ഈ നിങ്ങളോട് കൂടി വെറും വർഗീയത പറഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ തുടങ്ങിയതുകൊണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.